ഇല്ലാത്തതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് പറയാനായിട്ട്. എന്നാലും രാവുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിലുള്ള കാവ്യശിഖയുടെ സർഗാത്മകയുടെ ജനാധിപത്യം, ഇന്ന് ജനാധിപത്യം ഏതൊക്കെ രീതിയിൽ അധികാരികൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയം സർഗാത്മകതയുള്ള എഴുത്തുകാർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യവും സമൂഹ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. കാവ്യശിഖ പ്രസ്തുത കാര്യങ്ങളെക്കുറിച്ച് സർഗാത്മകതയും ജനാധിപത്യവും എങ്ങനെയാണ് സംവദിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നു മുതൽ നാളെയും മറ്റന്നാളും മെയ് 9, 10, 11 തീയതികളിൽ കേരളത്തിൻ്റെ കലാശാലയുടെ ഹൃദയമായ കേരളവർമ്മ കോളേജ് തൃശ്ശൂരിൽ വെച്ച് നടത്തുകയാണ്. പ്രസ്തുത ചടങ്ങിൽ അശോകൻ ചെരുവിൽ സാർ, അദ്ദേഹത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. ആധുനിക കഥാസാഹിത്യത്തിൻ്റെ കേരളത്തിലെ വായനക്കാർ ഉറ്റുനോക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അഷ്ടമൂർത്തി സാർ മലയാള സാഹിത്യത്തിൽ ചെറുകഥാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ, നോവലിസ്റ്റായ CS ചന്ദ്രിക മാഡം, പ്രിയപ്പെട്ട കവി രാവുണ്ണി മാഷ്, ഇവരെല്ലാവരും തന്നെ ഇവിടെ കാവ്യശിഖയുടെ കവികളുടെ കഥാതൽപ്പത്തിലുള്ള എഴുത്തുകാരെയെല്ലാം അഭിസംബോധന ചെയ്ത് സംവദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കാട്ടൂർക്കടവിൻ്റെ എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ സാറിനെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മലയാളികൾ എന്നും ഇഷ്ടത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും വായിക്കുന്ന അഷ്ടമൂർത്തി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ CS ചന്ദ്രിക മാഡം, അവരുടെ എഴുത്തിനെ പറ്റി ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. രാവുണ്ണി മാഷുടെ കവിതകളെക്കുറിച്ചും ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. CS ചന്ദ്രിക മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. കാവ്യശിഖയുടെ നേതാവും അതിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവിയും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുമായ രാവുണ്ണി മാഷയും പ്രിയപ്പെട്ട കാവ്യശിഖ അംഗങ്ങളെയും എല്ലാവരെയും ഈ തുറന്ന വേദിയിലേക്ക് സംവദിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ സുജൻ നന്ദിനിയാണ്. ഇതില് സുജൻ പൂപ്പത്തി ആയിരുന്നു. അദ്ദേഹം വരാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ ആരാന്ന് ശ്രദ്ധിച്ചില്ല. ശ്രീ നന്ദിനി ടീച്ചറാണ് നമ്മളുടെ ഈ സംവാദത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. നന്ദി പറയുന്നത് സുരേഷ് കുമാർ KN. ഇവർ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ നന്ദിനി ടീച്ചർ ക്ഷണിക്കും. അധ്യക്ഷ പ്രസംഗം എന്നൊന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ 2 ദിവസം നല്ല വിഷമായിരുന്നു ഉറങ്ങാനായിട്ട്, യുദ്ധത്തിൻ്റെ ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ. പക്ഷേ കേരളവർമ്മ കോളേജ് തിരഞ്ഞെടുത്തതിൻ്റെയും ഈ 2ാം സദസ്സ് ഇവിടെ ആക്കിയതിൻ്റെയും ഒരു ചെറിയ സമാധാനമുണ്ട്. കാരണം ഈ ഒരു അന്തരീക്ഷം കുറച്ചെങ്കിലും നമുക്ക് മനസ്സിന് ഒരു ശാന്തി നൽകുന്നതാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കരുതാം. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കാട്ടൂർ, ആറാട്ടുപുഴ, പെരിങ്ങോട്ടുകര, അരിമ്പൂർ വണ്ടിയാണ്. 2ാം സദസ്സാണ്.
കാവ്യശിഖയുടെ കതിർ. അത് നേരത്തെ സ്വാഗതം പറയുന്ന സുഭാഷ് പൊന്നാവളി പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ സർഗാത്മകതയാണ്. അതാണ് നമ്മുടെ ഈ ശില്പശാലയുടെ അടയാളവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ കതിർക്കൊയ്ത്തിലുള്ള ആളുകൾ, ഇന്നത്തെ ഈ രണ്ടാം സദസ്സിലെ ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർക്കാർക്ക് വളരെ പരിചയപ്പെട്ട സമകാലീനരായ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എഴുത്തുകാരാണ്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അശോകൻ ചെരുവിൽ സാറുണ്ട്, അതുപോലെ അഷ്ടമൂർത്തി സാറുണ്ട്, CS ചന്ദ്രിക മാഡം, അതുപോലെ രാവണിയേട്ടൻ. ഇവര് 4 പേര് നമുക്ക് ഏറെ പരിചിതരാണ്. ഓരോരുത്തരെ കുറിച്ചും ഇപ്പൊ എനിക്ക് ഇതിലെ അധ്യക്ഷ എന്നുള്ള സ്ഥാനമല്ല, സത്യം പറഞ്ഞാൽ പുറപ്പെട്ട് നിൽക്കുന്ന ഒരു വണ്ടിക്ക് ബെല്ലടിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയൊക്കെ ഇവർ ചെയ്തോളും. അപ്പോൾ ഇവർക്ക് എഴുത്തിനെ കുറിച്ച് പലതും പറയാനുണ്ടായിരിക്കും. ആദ്യം അശോകൻ ചെരുവിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടൂർക്കാരനാണ്. കാട്ടൂർ വളരെ പരിചയമുള്ള ഒരു നാടാണ് എനിക്ക്. കാട്ടൂർ കടവ് അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട നോവലാണ്, നമുക്കറിയാം. വയലാർ അവാർഡൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്നൊക്കെ കുറിച്ച് നമുക്ക് ഇനി കേൾക്കാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. പിന്നെ ശ്രീ അഷ്ടമൂർത്തി ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു ലോകത്തിനെ നമുക്ക് വാക്കുകളിലൂടെ കാണിച്ചു തരുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അതിലൂടെയാണ് നമുക്ക് ഏറെ പരിചിതനായിട്ട് അദ്ദേഹം നിൽക്കുന്നത്. അതുപോലെ ആറാട്ടുപുഴ സ്വദേശിയാണ്, നമുക്കറിയാം. റിഹേഴ്സൽ ക്യാമ്പ് എന്ന നോവലിന് 82-ലെ കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വീട് വിട്ടു പോകുന്നു എന്ന കൃതിക്ക് 92-ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്യൂറേറ്റർ എന്ന നോവല് വളരെ വേറിട്ട ആഖ്യാനവും അവതരണവും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത്. പിന്നെ നമുക്ക് ഇവിടെയുള്ളത് CS ചന്ദ്രിക. നമുക്കറിയാം മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകാരിയാണ്. മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എഴുത്തിനെ എങ്ങനെ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ജനാധിപത്യത്തിൻ്റെ സർഗാത്മകതയുടെ ജനാധിപത്യം എന്ന വിഷയത്തിനെ ഏറ്റവും അധികം ഉപയോഗിക്കാൻ അറിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. എഴുത്തിനെ എങ്ങനെ ഉപയോഗപ്രദമാക്കാം ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന്, അത് രണ്ടും എഴുത്തൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്നതിനെ ഉയർത്തി കാണിക്കുന്ന ഒരു ആഖ്യാന ശൈലിയാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിലകൊള്ളുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അവരെ ഇതുപോലെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷൻ്റെ അധ്യക്ഷത വഹിക്കാനായതിൽ സന്തോഷിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ രാവണേട്ടനുണ്ട്. രാവണേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണക്കാരുടെ കവി, വേണ്ടെന്ന് പറയുന്നത്, പക്ഷെ രാവണേട്ടൻ സാധാരണക്കാരുടെ കവിയാണ്. ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ കാവ്യശിഖയുടെ എല്ലാമാണ്. അപ്പോൾ ഈ ക്യാമ്പ് ഡയറക്ടർ കൂടിയാണ്. നമുക്ക് രാവണേട്ടനും ഇവർക്കും ഒക്കെ എന്താണ് പറയാനുള്ളത്? അപ്പം ഇനിയിപ്പോൾ ബെല്ലടിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ വണ്ടി പുറപ്പെടാറായി. എല്ലാവരും വണ്ടിയിലേക്ക് കയറിക്കോളൂ. ഇനി ഓരോരുത്തരായിട്ട് നമ്മളോട് സംസാരിക്കും. അപ്പം ആദ്യം പക്ഷേ ആരെങ്കിലും ശ്രീ അശോകൻ ചെരുവിൽ നിന്നിട്ടാണോ? ഈ ടൈറ്റില് നേരത്തെ പറഞ്ഞു അശോകൻ്റെ ഒരു കുറിപ്പിൻ്റെ ശീർഷകമാണ് കാട്ടൂർ ആറാട്ടുപുഴ യാത്ര എന്ന് അങ്ങനെ എന്തുവാണ്. അതുമെന്നാണ് അവിടുന്ന് ചന്ദ്രിയെ കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി കാട്ടൂർ ആറാട്ടുപുഴ പെരുങ്ങൂട്ടരാന്ന് വെച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ച് പെരുങ്ങോട്ടേക്ക് പോകണ വഴിക്കാണ് അരിമ്പൂര്. അപ്പോൾ പിന്നെ നമ്മുടെ പേര് കൂടി കിടന്നോട്ടെ എന്ന് തീരുമാനിച്ചതാണ്. ടൈറ്റിൽ കണ്ടവഴിക്ക് വർഗീസാണ്ടി പറഞ്ഞു ഇത് എരമ്പും എന്ന് പറഞ്ഞു ഈ സെഷൻ. അപ്പം ഈ ഒരു പ്രതീക്ഷയുണ്ട്. ഇത് വാസ്തവം പറഞ്ഞാൽ എന്താണ് ഈ സെഷനിൽ നടക്കാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അറിഞ്ഞുകൂടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ക്യാമറ ആക്ടർ എന്ന നിലയ്ക്ക് ഇതെന്താണ് പരിപാടി എന്ന് വിശദീകരിക്കൽ എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അഷ്ടമൂർത്തി പറഞ്ഞു എനിക്ക് ദേശവും സ്വന്തമായിട്ട് എനിക്കറിയില്ല, എനിക്കതിനൊരു ദേശത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ അങ്ങനെ പറയാം അല്ലോ എന്നിട്ടാണ് പിന്നെ പറഞ്ഞത്. 3 പേർക്ക് ഞാൻ കൊടുത്ത നിർദ്ദേശം എന്ന് വെച്ചാൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് പറയാമെന്നുള്ളതാണ്. ഇന്നതെന്നില്ല. ദേശത്തെക്കുറിച്ച് പറയാം, എഴുത്തിനെക്കുറിച്ച് പറയാം, ദേശം നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മകൾ എന്താണ് എന്നുള്ളത് പറയാം. ഇത് നമ്മുടെ എഴുത്തിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറയാം. പിന്നെ ഇതിൽ ഏറ്റവും സൗകര്യം വെച്ചാൽ കാട്ടൂകാരുണ്ടെന്നുള്ളതാണ്. കാരണം ഈ കാട്ടൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് എഴുത്തുകൾ അത് കഥയായിട്ടും ലേഖനമായിട്ടും
ഓർമ്മയെഴുത്തായിട്ടും നോവലായിട്ടുമൊക്കെ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദേശം എഴുത്തുകാരൻ നമ്മുടെ എല്ലാവരും ഉള്ളിൽ നിറച്ച് നിർത്തിയ ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ അശോകൻ തുടങ്ങി വെച്ചാൽ പിന്നെ അതിൽ നിന്ന് പിടിച്ച അഷ്ടപൂർത്തിക്ക് എന്തെങ്കിലും പറയാം. ഇവർ രണ്ടുപേരും ചേർത്ത് ചന്ദ്രിക്കും പറയാം, പിന്നെ എനിക്ക് സുഖമായില്ലോ. അപ്പം അങ്ങനെ ഒരു എളുപ്പവഴിയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഈ എഴുത്തും ദേശം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ദേശം ചർച്ച ചെയ്യപ്പെടുന്നു, ദേശത്തിൻ്റെ ഭാഷ, ദേശത്തിൻ്റെ ഓർമ്മകൾ ചർച്ച ചെയ്യപ്പെടുന്നു, അത് ആവിഷ്കരിക്കപ്പെടുന്നു. അങ്ങനെയുള്ളൊരു സവിശേഷമായ സാഹിത്യ കാലാവസ്ഥയിൽ തന്നെയാണ് നമ്മളൊക്കെ കാൽ ചവിട്ടി നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി ഈ ഒരു വിഷയം പൂർത്തിയാക്കാം. ഈ വണ്ടി എവിടേക്ക് വേണമെങ്കിൽ തിരിച്ചു വിടാം, പൊന്നാനിക്ക് വേണമെങ്കിൽ പൊന്നാനിക്ക് വിടാം, എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വിടാം. അപ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കും ഈ വണ്ടി ഒന്ന് പോയി നമുക്ക് ഈ സെഷൻ സ്വാഭാവികമായി തന്നെ രൂപപ്പെട്ടു വരട്ടെ എന്നൊരു പ്രതീക്ഷയോടു കൂടി ആദ്യ അശോകം പറയല്ലേ, അല്ലെങ്കിൽ അഷ്ടമൂർത്തി പറയും എനിക്ക് ദേശമൊന്നുമില്ല. ആ ഞാൻ ഈ ടൈറ്റിൽ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് നിരവധി കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും. പക്ഷേ വർത്തമാനം പറയാനുള്ളൊരു പ്രശ്നമാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ശബ്ദത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം സംസാരിക്കുന്നതിന്, അതായത് പ്രസംഗം പോലെയുള്ള കലാപരിപാടി നടത്തുന്നതിന് ഒരു സമയമുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതൊരു 10-20 മിനിറ്റൊക്കെയാണ് ഉറക്കെ സംസാരിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അത് ശബ്ദം പ്രശ്നമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നേരത്തെ ഏൽപ്പിക്കാത്തൊരു ചുമതല, ഉദ്ഘാടനം. മന്ത്രി വരാത്ത കാരണം ഞാനത് ഏറ്റെടുത്തു. കോട്ട കഴിഞ്ഞില്ലേ? അന്നത്തെ കോട്ട കഴിഞ്ഞു. വാസ്തവത്തിൽ ഞാൻ അവിടെ 2 വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ മൈക്കിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വേറെ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് 10-15 മിനിറ്റ് അവിടെ സംസാരിച്ച് 20 മിനിറ്റ് സംസാരിക്കുന്നതാണ് തോന്നുന്നത്. ഇതിൽ പല വഴിക്ക് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നും വ്യത്യസ്തമായ ദേശങ്ങളാണ്, അടുത്തടുത്ത ദേശങ്ങളാണ്. അപ്പോൾ അതിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരെന്നുള്ളതിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ ലോകം കണ്ടു തുടങ്ങിയവരും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒന്നിച്ച് പല വഴികളിൽ ഒന്നിച്ച് പല വഴികളിൽ വന്ന് ഒന്നിച്ച് കൂട്ടുമുട്ടി പിന്നെ പല വഴിക്കും യാത്ര ചെയ്ത് അങ്ങനെ പോയവരും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നവരായ ആൾക്കാരാണ്. പിന്നെ ഒരു പൊതുവേ ഒരു സാമൂഹ്യ വീക്ഷണം, ജീവിതത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, മനുഷ്യനെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ, ഇതിലൊക്കെ കുറേ ഐക്യങ്ങളുണ്ട്. അതേസമയം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളുമുണ്ട്. സമീപസ്ഥമായ സ്ഥലങ്ങളാണത്. കാട്ടൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, തൃശ്ശൂർക്കാരെല്ലാത്തവരും ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇരിഞ്ഞാലക്കുടയ്ക്കും തൃപ്പയാറിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ദിശാസൂചകം എന്ന് പറയുന്നത് കാനോലി കനാലാണ്. കാനോലി കനാലിൻ്റെ കരയിലുള്ളൊരു പ്രദേശമാണ്. ഈ കാനോലി കനാൽ കേരളത്തിൻ്റെ കുറേ ഭാഗങ്ങളിൽ കൂടെ ഇങ്ങനെ യാത്ര പോകുന്ന ഒരു വഴിയാണ്. പണ്ടുകാലത്ത് അതൊരു പ്രധാനപ്പെട്ട ജലപാതയായിരുന്നു. അതിൻ്റെ പ്രദേശങ്ങൾക്കൊക്കെ പൊതുവെ ചില പ്രകൃതിയിലും ജീവിതത്തിലൊക്കെ ചില സാമീപ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ചില ഒരേ തരത്തിലുള്ള ജീവിതശൈലി, ഭക്ഷണം. പെരിങ്ങോട്ടുകര ഏതാണ്ട് കാനോലി കനാലിൻ്റെ കരയിൽ തന്ത്രികര നാടായിട്ടുള്ള പെരിങ്ങോട്ടുകര, എൻ്റെ ഗ്രാമമായിട്ടുള്ള കാട്ടൂർ. ഞങ്ങൾക്ക് വേറൊരു നദീബന്ധം ആറാട്ടുപുഴയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടൂരിൽ തന്നെയാണ്. കാട്ടൂരിൻ്റെ ഒരു ഭാഗത്ത് കാനോലി കനാലാണെങ്കിൽ ഒരു ഭാഗത്ത് കരുവന്നൂർ പുഴയാണ്. കരുവന്നൂർ പുഴ കാനോലി കനാലിൽ ചെന്ന് ചേരുന്ന സ്ഥലത്താണ് കാട്ടൂർ. ഈ പുഴ ഇങ്ങനെ ഈ പുഴയുടെ തീരത്താണ്. തീരത്തെന്ന് ശരിയായ അതിന് മുറ്റത്താണ്, അതിൻ്റെ തൊട്ട്.
നിങ്ങളാരെങ്കിലും അഷ്ടമൂർത്തിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ എന്നറിയില്ല. പുഴയുടെ തൊട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. രാവണിയുടെ അരിമ്പൂർ എന്ന് പറയുന്നത് വയലായിട്ടുള്ള ബന്ധമാണ്. ഈ പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഒരു വയൽ ബന്ധമാണ് വാസ്തവത്തിൽ അരിമ്പൂരായിട്ട് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ മനുഷ്യരുടെ ഒരു കാലഘട്ടത്തിൽ സ്നേഹബന്ധങ്ങളൊക്കെ തന്നെ രൂപപ്പെടുത്താനുള്ള ഒരു ചില പ്രദേശങ്ങളാണ്. വൈവാഹിക ബന്ധങ്ങളും അതൊക്കെ അങ്ങനെയുള്ള പലതും ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ. അതുകൂടാതെ രാഷ്ട്രീയ ബന്ധങ്ങൾ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശം എന്ന് പറയും. ഇപ്പോൾ അതിപ്പോൾ പൊതുവെ അന്തിക്കാട് മേഖല എന്ന് പറയാമെങ്കിൽ പോലും അന്ന് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പും പിമ്പും ഈ കയർ ചെത്ത് തൊഴിലാളികളുടെ സമരങ്ങൾ, ആ സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള അതിൻ്റെയൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ അന്തിക്കാടും പെരുങ്ങോട്ടുകരയൊക്കെയാണ്. പെരുങ്ങോട്ടുകരയാണ് ശരിക്കും അന്തിക്കാടെന്ന് പറയുന്നതാണ്. പെരുങ്ങോട്ടുകരയാണെങ്കിൽ പോലും അതിൻ്റെ അവിടെ നിന്നൊക്കെയുള്ള സന്ദേശങ്ങൾ, സാമൂഹിക സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പ്രദേശങ്ങളാണ് അരിമ്പൂരും. അരിമ്പൂരൊക്കെ അതിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. അരിമ്പൂരും കാട്ടൂരും ആറാട്ടുപുഴ. അതിൽ ഒരു കാര്യം, അവിടെ ഓരോ ചരിത്രങ്ങൾക്കും മറ്റേ ചില സാമൂഹികമായ ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാനത്തിൽ വളരെ ഇടപെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ 2 ക്ഷേത്ര പ്രതിഷ്ഠകൾ, ഒന്ന് പെരുങ്ങോട്ടുകരയും ഒന്ന് കാഞ്ഞാണി കാരം. ഇതിൻ്റെ ഇടയിലുള്ള പ്രദേശമാണ് പൊതുവെ അന്തിക്കാട് എന്ന് പറയുന്നത്. അന്തിക്കാട്, ഏനാമാവ് പെരുങ്ങോട്ടുകര എന്ന് പറയുന്നത് കവിത വായിക്കുന്ന ആൾക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കവിതയുണ്ട്, പി ഭാസ്കരൻ്റെ. ഏനാമാവ് പെരുങ്ങോട്ടുകര റോഡിൽ വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നൊരു പി ഭാസ്കരൻ്റെ മനോഹരമായിട്ടുള്ള കവിതയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തിക്കാട് ഒരു യോഗത്തിന് പോയിട്ട് അന്തിക്കാട് നമ്മുടെ തൊഴിലാളികൾ അന്ന് ചന്ദ്രയുണ്ടായിരുന്നു. അതിൽ രാവണി അത് ചൊല്ലാൻ വേണ്ടി വന്നതാണ്. അതിനു മുമ്പ് ഞാനത് സുനിൽ കുമാറിനോട് പറഞ്ഞിട്ട് അതിൻ്റെ റെക്കോർഡ് ചെയ്യിച്ചിട്ട് അവിടെ പഠിച്ചു. അപ്പോൾ രാവണിയുടെ പ്രസംഗം അത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച ആള് ജോർജ് ചടയമൊറി എന്നുള്ള കവിത. ജോർജ് ചടയമൊറി എന്നുള്ള കവിത. ഏനാമാവ് പെരുങ്ങോട്ടുകര റോഡന്നേറെ വിജനം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ യൂട്യൂബിലുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം ശരിക്കുണ്ട്. അതിൻ്റെ അന്നത്തെ അവസ്ഥയും പിന്നെ ഇന്നത്തെ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള രാഷ്ട്രീയ സന്ദേശങ്ങളാണ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രികയിലും രാവണിയിലും അഷ്ടമൂർത്തിയിലും ഇപ്പോൾ ഇവിടെ ഞാനെപ്പോഴും ആറാട്ടുപുഴ അഷ്ടമൂർത്തിയുടെ കടവിനെ കുറിച്ച് ഞാൻ അന്ന് എഴുതാൻ കാരണം, ഒന്ന് ആറാട്ടുപുഴയ്ക്ക് ഇങ്ങനെ നടന്ന് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഏറ്റവും പ്രിയ ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിനേക്കാളും പ്രധാന ആറാട്ടുപുഴ പൂരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃപ്പയാർ തേവർ വന്നിട്ടുള്ള പരിപാടിയുണ്ടോ, അത് കാട്ടൂരും വരുന്നുണ്ട്, കാട്ടൂർ പൂരമുണ്ട് ഇതിൻ്റെ. അപ്പോൾ കാരണന്മാർക്ക് വലിയ താല്പര്യമാണ്. അന്ന് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം കുറേ സ്മരണകളൊക്കെ ഉണ്ട് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഈ പൂരം തൃപ്പയാർന്ന് പോരുന്ന വഴിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. കാരണം ആ സമീപ വഴിയിലുള്ള വീടുകളിൽ നിന്നൊക്കെ തന്നെ ആൾക്കാരെ ഒഴിവാക്കിയിരുന്നു. ജാതി ദൈവം കടന്നു പോകല്ലേ, അപ്പോൾ പിന്നാക്ക ജാതിക്കാരെ ദളിത് ജാതിക്കാരൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ചെറുത്ത് നിൽക്കുന്ന സംഘർഷം, അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായിട്ട് കണക്കാക്കപ്പെടുന്ന ബോധാനന്ദ സ്വാമികൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാനത് കണക്കാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ആറാട്ടുപുഴയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അത് എൻ്റെ ഓർമ്മകളിൽ ഭയങ്കര ഉണ്ട്. അതെ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ പുഴയോരം പിടിച്ചിട്ടാണ് അന്ന് നടക്കുക. ഇന്ന് ആ വഴിയൊന്നുമില്ല. ഇതെൻ്റെ കാട്ടൂർക്കടവ് നോവലിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കണ്ണൻകുട്ടി ആശാൻ തൻ്റെ വൈദ്യ പ്രവൃത്തിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഈ പുഴയോരത്ത് കൂടി, പുഴയുടെ അടുത്ത് കൂടി.
അന്ന് പുഴയോരത്ത് കൂടെ നടക്കാമായിരുന്നു, കൃത്യമായിട്ട് പുഴയോരത്ത് കൂടെ ഇപ്പോൾ നടന്നിട്ട് ആറാട്ടുപുഴയ്ക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അവിടെ EMS ഒരുപാട് ഒളിവിലിരുന്നിട്ടുള്ള വീടാണ് അഷ്ടമൂർത്തിയുടെ വീട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു വീക്ഷണം, അല്ല ഒരു സാമൂഹ്യ വീക്ഷണമൊക്കെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എഴുത്തുകാരെയും രൂപപ്പെടുത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തറക്കാതെ ഇത്ര പറഞ്ഞാൽ മതി. ഞാൻ തുടങ്ങാമല്ലേ? ദേശത്തിനെ കുറിച്ച് പറയാനില്ലാത്ത ആൾ പറയുന്നു. ഒരു 2000-ൻ്റെ തുടക്കത്തിൽ 2003-2004 ഇന്ത്യ വിഷൻ എന്നൊരു ചാനലുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതിൽ എൻ്റെ ദേശം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് തുടങ്ങിയത് കുറച്ച് ദിവസമായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പത്മരാജൻ്റെ മകൻ അനന്തപത്മനാഭൻ ഉണ്ടല്ലോ, ആൾ പറഞ്ഞു ആ പരിപാടിക്ക് ഇതേവരെ ഒരാൾ ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് ഇനി ഇപ്പം പങ്കെടുക്കാൻ പറ്റില്ല. MD രാജേന്ദ്രനായിരുന്നു. അപ്പോൾ രാജേന്ദ്രൻ ഈ ആകാശവാണിയായിട്ടുള്ള ബന്ധം കാരണം വേറെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന എന്തൊരു വിലക്കൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അത് എന്നെ നിയോഗിച്ചു. അപ്പോൾ ആദ്യത്തെ ആൾ ചിത്ര നമ്പൂരിപ്പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെങ്ങനെയായിരുന്നു വെച്ചാൽ ഉച്ചവരെ വീട്ടിലിരുന്ന് സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഈ ആളെയും കൊണ്ട് നമ്മൾ അവിടെ ദേശത്തൊക്കെ നടക്കും. എന്നിട്ട് ആളുടെ എക്സ്പ്ലനേഷൻ കേൾക്കും. അങ്ങനെയാണ് 1/2 മണിക്കൂർ പരിപാടിയായിരുന്നു. ചിത്ര നമ്പൂരിപ്പാട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സുമംഗല വെള്ളിനഴിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് തുപ്പേട്ടൻ പാഞ്ഞാളിൽ. അത് കഴിഞ്ഞിട്ട് കോവിലൻ. 4 എപ്പിസോഡ് ഉണ്ടായി എൻ്റെ ഒപ്പം. അപ്പോൾ അതിൽ ഏറ്റവും അച്ഛനായിട്ടുള്ള കോവിലിനായിരുന്നു. ഞങ്ങൾ കോവിലിനോട് പറഞ്ഞു വേണ്ട, ഞങ്ങൾ തന്നെ പോയിട്ട് സ്ഥലമൊക്കെ കാണിക്കാം, ഷൂട്ട് ചെയ്തെടുക്കാം. അതല്ല, ഞാൻ വരേണ്ടതെന്ന്. അത് ഭയങ്കര ആവശ്യത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഈ പറഞ്ഞ ഇവരുടെ ഉള്ളൊരു നാടായിട്ടുള്ളൊരു ബന്ധം എൻ്റെ ജീവിതത്തിലില്ലല്ലോ എന്ന് എനിക്കൊരു ഭയങ്കര വിഷമം തോന്നി. അത് എൻ്റെ എഴുത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്കത് ഉറപ്പാണ്. എന്താ വെച്ചാൽ ആറാട്ടുപുഴയുടെ ഇല്ലെങ്കിൽ എൻ്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ അയാൾ ആറാട്ടുപുഴയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നാൻ യാതൊരു സാധ്യതയില്ല. എൻ്റെ ഇതപ്പര്യന്തമുള്ള എല്ലാ അത് വായിച്ചാലും അറിയാം. അപ്പോൾ അശോകൻ്റെ കാര്യം അങ്ങനെയല്ല, ഞങ്ങൾ ഭയങ്കര എക്സ്ട്രീം. അങ്ങനെ പറയുമ്പോൾ അശോകന് ഞാൻ വളരെ എക്സ്ട്രീമാണ്. അശോകൻ കാട്ടൂർ വിട്ടിട്ട് അശോകനൊന്നും പറയാല്ല എന്നുള്ളത് എന്ത് പറഞ്ഞാലും അവസാനം കാട്ടൂരിലെത്തും. നോവൽ പോലും കാട്ടൂരിൻ്റെ ചുറ്റുവട്ടം. ഞാൻ വിചാരിച്ചു ആ കഥകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നോവലിൽ അതിലും വിപുലമായിട്ടാണ് എൻ്റെ കഥകൾ പറഞ്ഞു തീരുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ളതല്ല. പക്ഷേ ഈ വളരെ കാലം മുമ്പ് ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്തെന്നൊക്കെ പറയും, ഞാൻ ഇവിടെ പഠിച്ച കാലത്ത്, കേരളത്തിൽ പഠിക്കുന്ന കാലത്താണ്. ഞാൻ കേരളത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. കാരണം ഞാൻ വളരെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളെ കാരണം ഇതിൽ ഒന്നിലും പങ്കെടുക്കത്തില്ല. ഒരു ക്ലാസ്സിന് വരെ പോകാമെന്നല്ലാണ്ട് ആർക്കും അറിയില്ല ഞാൻ കേരളത്തിൽ പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. ആകെ ഒരു രേഖ അവശേഷിപ്പിച്ചിരിക്കുന്നത് 2 കഥകൾ എഴുതുന്നില്ല. ഒരു കോളേജ് മാഗസിനിൽ 2 കഥ എഴുതിയെങ്കിൽ അപ്പുറം ഞാൻ കേരളത്തിൽ പഠിച്ചതിൻ്റെ യാതൊരു രേഖ അവശേഷിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അപ്പം കുറേ എഴുത്തിൻ്റെ ഒരു ഇതൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ കുറേ കഥകൾ നോട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ചോ. അതൊക്കെ ഭാഗ്യത്തിന് പ്രസിദ്ധീകരിച്ചിട്ടില്ല, എവിടെയും പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുത്തിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തിരക്കില്ലാത്തൊരു കഥയാണല്ലോ തോന്നി. എന്നിട്ട് ഞാനത് മാതൃഭൂമി അയച്ചപ്പോഴേക്കും അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് 18 വയസ്സൊക്കെയാണ് തോന്നി. ഞാൻ BCom പഠിക്കുന്ന കാലത്താണ്. ഇത് മുഖ്യധാരയിൽ വരേണ്ട കഥയാണെന്നൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചു. ഈ മാതൃഭൂമി അയച്ചപ്പോൾ അയച്ചു കൊടുത്തു. അപ്പോൾ 4-5 ദിവസം മടങ്ങി വന്നു സാധനം. അതിന് മുമ്പ് ഈ വിഷുപ്പതിപ്പിൽ മത്സരം അത് അശോകൻ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഞാൻ വിഷുപ്പതിപ്പ് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഈ എഴുത്തുകാർ വളരെ അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഒപ്പമുള്ള ആളുകളൊക്കെ ഈ NS മാധവൻ അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന സമയമാണ്. അപ്പം നമ്മളൊന്നും എഴുത്ത് നമുക്ക് പറ്റില്ല എന്ന് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു. എന്തായാലും ആ സമയത്തൊരു കഥ എഴുതി. എന്നിട്ട് ഞാൻ മാതൃഭൂമി അയച്ചു കൊടുത്തു. അപ്പോൾ 4 ദിവസം മടങ്ങി വന്നു. അപ്പോൾ അതിൽ കുഞ്ഞുണ്ണി മാഷൊരു കുറിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രചന നിന്ന് പക്ഷേ പലരും പല മട്ടിൽ പറഞ്ഞു പോയ കഥ സ്വന്തം അനുഭവം കഥയാക്കും, അതിന് പുതുമയുണ്ടാവും എന്നൊക്കെ കൊണ്ട് ഒരു 3-4 വാചകങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വലിയ പാഠങ്ങളാണ്. പക്ഷേ ആൾ കത്ത് അവസാനിപ്പിച്ചു. അത് കുഞ്ഞുണ്ണി മാഷ് അത് മനസ്സിലായിരുന്നില്ല. കയ്യക്ഷരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് മലയാളം തന്നെ സംശയം തോന്നും. അപ്പോൾ അവസാനം ഇതിൻ്റെ ആറാട്ടുപുഴ പൂരം ഒരു കഥയ്ക്കുള്ള വിഷയമല്ലേ, അതൊന്ന് എഴുതി നോക്കൂ. എന്നിട്ട് അവസാനം ഈ കത്ത് എഴുതി കഴിഞ്ഞിട്ട് ഒരു കുറിപ്പ് ഈ PS എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ നാച്ചുറലി അഡ്രസ്സ് ഉണ്ടല്ലോ, എൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ആറാട്ടുപുഴ പൂരം എങ്ങനെയാണ് ഈ കത്ത് എഴുതിയ ആൾക്കാർ, അപ്പോൾ കുഞ്ഞിന് ഭാഷയെന്നറിയില്ല, ഇങ്ങനെ ഈ ആറാട്ടുപുഴ പൂരത്തിനെ പറ്റി ആൾക്ക് മനസ്സിലായി, എഡിറ്റർക്ക് മനസ്സിലായി ചോദിച്ചു. പിന്നെ ഒരു 19 പ്രാവശ്യം വായിച്ചപ്പോൾ മുഴുവൻ വായിക്കാൻ പറ്റി. ഇതാണെന്ന് മനസ്സിലായി, കുഞ്ഞിനി ഭാഷ എഴുതുന്നത് മനസ്സിലായി. അപ്പോൾ ഞാൻ തിരിച്ചൊരു കത്ത് എഴുതി. എന്തായാലും കഥ തിരിച്ചൊന്നുമില്ല. ഈ ആറാട്ടുപുഴ പൂരം എങ്ങനെ കഥയ്ക്ക് വിഷയമാക്കുക?
നമുക്ക് ആകെ പറയാവുന്ന ആറാട്ടുകുറിച്ച് പറയാവുന്ന ഒരു പൂരം മാത്രമാണ്. വേറെ ചരിത്രമൊന്നും ഈ അമ്പലം ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് ചില കഥകളല്ലാണ്ട് ആറാട്ടുപുഴയ്ക്ക് അങ്ങനെ വലിയൊരു സ്വാതന്ത്ര്യ സമര ചരിത്രമൊന്നുമില്ല. എന്ന് മാത്രമല്ല അതിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നാടായിട്ട് വലിയ യൗവനത്തിൻ്റെ ഒരു സമയത്ത് 10-12 കൊല്ലം ഞാൻ പുറത്തായ കാരണം എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഞാൻ നാട്ടിലെ യുവാക്കളായിട്ടും ബന്ധമില്ല. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് പേരെങ്കിലും ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഉടനെ തന്നെ കുഞ്ഞിന് മാഷ് മറുപടി വന്നു. അത് കാറിലായിരുന്നു. പൂരം കഴിഞ്ഞ് പിറ്റന്നത്തെ ഒഴിഞ്ഞ പാടം കണ്ട് പ്രചോദനം ഉൾക്കൊള്ളുക ഒറ്റ വരിയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അപ്പോൾ ഈ പൂരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിലേക്ക് നടന്ന് പോകണല്ലോ, അപ്പോഴല്ലേ നമുക്ക് കഥ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു അപ്പോഴും എനിക്ക് കഥ വരില്ല. എന്താ അതിൻ്റെ ഒരു മനസ്സിലാവില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഈ എഴുതാത്തൊരു കഥയത് നമ്മൾ എഴുതാൻ പറ്റുന്നില്ല. ഈ ആകെ എഴുതേണ്ട ഒരു കഥ അല്ലെങ്കിൽ ആറാട്ടുപുഴക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതേണ്ട ഒരു കഥയാണത്. എന്നിട്ട് വളരെ കാലത്തിന് ശേഷം ഞാൻ എഴുതിയിട്ടോ. ഞാൻ ബോംബെയിലൊക്കെ പോയി ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ പൂരത്തിൻ്റെ ഒരു ഇച്ചിരി പൂരം ഒഴിഞ്ഞ പാഠം വെച്ചിട്ടില്ല, പൂരത്തിൻ്റെ ഒരു കഥ ഞാൻ എഴുതി. ഒരു അതിഥി, പൂരത്തിന് അതിഥി എന്നിട്ട് കഥ എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തിൽ അത് കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിൽ ഒന്നും ദേശം കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് അല്പമെങ്കിലും എന്നെ ഒരു കഥയിലേക്ക് ഇല്ലെങ്കിൽ എഴുത്തിലേക്കുള്ള ഇത് ഊർജം തന്നത് ബോംബെ നഗരമാണ്. ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം കഴിച്ചു കൂട്ടിയതാവാം. ഇത് മാത്രമല്ല, ഞാൻ ഈ ആറാട്ടുപുഴയിൽ ജീവിച്ചിട്ട് മാത്രം ജീവിക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനൊരു എഴുത്തുകാരനായി ഇന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ ഇന്ന് എഴുതിയ കഥകൾ പോലും ഇന്നാവില്ല ഞാൻ എഴുതുക. പക്ഷേ ഞാൻ ബോംബെ എന്നെ കഥാകാരനാക്കിയെന്ന് ഞാൻ പറയില്ലെങ്കിലും ഞാൻ ബോംബെയിൽ ജീവിച്ചില്ലെങ്കിൽ ഇതുവരെ എഴുതിയുള്ള കഥകളൊന്നും ഇങ്ങനെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ അതിനെനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ബോംബെയോടാണ്, ബോംബെ എന്നുള്ള നഗരത്തിന്. കാരണം നമ്മുടെ ധാരണകൾ ഇപ്പോൾ ഒരുപാട് ധാരണകളുണ്ടാവുള്ളൂ. നമ്മൾ ഈ മൂല്യത്തിനെക്കുറിച്ചും അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകൾ, തെറ്റായിട്ടുള്ള അധികം, അതൊക്കെ നമുക്ക് ഒന്ന് അഴിച്ചു പണിയാൻ പറ്റിയത് ശരിക്കും ബോംബെയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. ആറാട്ടുപുഴക്കാരെന്നല്ല, മലയാളി എന്നല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പോലും അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. നമ്മൾ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ വെറും ഒരു കൃമി പോലെ ആയിട്ട് ആണ് നമുക്കൊരു ബോധം കിട്ടുന്ന അവിടെ വെച്ചിട്ടാണ്. അത് ആർക്കും അവിടെ ചെന്ന് ഇറങ്ങി ആദ്യം കിട്ടുന്ന ഒരു ഇടി അതാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഉറുമ്പ് അഴിച്ചു വിട്ട പോലെ ഒരു കൂട് തകർന്ന പോലെ ആളുകൾ ഇങ്ങനെ പരക്കം പയനം കണ്ടുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മളതൊന്നും ആരും അല്ലാന്ന് മനസ്സിലാവും. അതാണ് ശരിക്കും എന്നെ സംബന്ധിച്ചോളം എൻ്റെ ദേശമായിട്ട് ഞാൻ കൂട്ടുന്നത്. ആ നിലയ്ക്ക് ബോംബെയാണ് ഇനി പലതരത്തിലും എന്നെ മോൾഡ് ചെയ്തെടുത്തത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ചന്ദ്രിയ അത് ബോംബെയിൽ ഇരിക്കുമ്പോൾ എഴുതിയതാണ്. പക്ഷെ നാട്ടിലത്തെ ചെറിയൊരു അനുഭവം വെച്ചിട്ടാണ്. ഇല്ല എനിക്കും ശബ്ദം ചെറുതാണ്, അവിടെയുള്ളവർക്കൊക്കെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് വരുമ്പോൾ കേട്ടു. അല്ലേ, ഈ പെരിങ്ങോട്ടുകര അതിനകത്തൊരാൾ പാട്ട് പാടണ്ടേ? പറഞ്ഞു. പെരിങ്ങോട്ടുകരയിൽ ഞാനൊരു 22 വർഷമാണ് ജീവിച്ചത്. ആ 22 വർഷക്കാലത്തിൻ്റെ ജീവിതാനുഭവം എൻ്റെ പിറ എന്ന് പറയുന്ന നോവലിലുണ്ട്. ശരിക്കും പിറ വായിച്ചവരിതിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒരു നോവൽ എഴുതാനിരിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവാറും പേർക്ക് കുട്ടിക്കാലമായിരിക്കും വളരെ റിച്ചായിട്ട് ഓർമ്മയിൽ വരിക. ഞാൻ ശരിക്കും പിറ എഴുതാനിരിക്കുമ്പോൾ ആ തീമല്ല എഴുതാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെ ആക്കി മാറ്റി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അപ്പോഴാണ് ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ മുഴുവൻ വന്നിട്ടുള്ളത് പെരിങ്ങോട്ടുകരയാണ്. പെരിങ്ങോട്ടുകരയിലെ ശോകേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പെരിങ്ങോട്ടുകരയിലെ ഉത്സവം, അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമുണ്ട്. അത് വലിയ ഉത്സവമാണ്. ഇപ്പോൾ ഈ ആറാട്ടുപുഴം അല്ലെങ്കിൽ അത്രയൊന്നും ഇല്ലെങ്കിലും പെരിങ്ങോട്ടുകരക്കാർക്ക് ഏറ്റവും വലിയ ഉത്സവം പെരിങ്ങോട്ടുകര ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ആ ദിവസം വീട്ടിൽ വരും. അപ്പം ആ ഒരു ഓർമ്മ
ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർമ്മ പറയാനുള്ളത്, ഈ ദേശവും ആ ദേശത്തിൻ്റെ ഉത്സവവും ഒരു പെൺകുട്ടിയുടെ ശരീരവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൾച്ചറൽ എന്താ പറയുക, കുറേ ടാബൂസ് ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മളിപ്പം ഇംഗ്ലീഷിൽ മെനാർക്കിയാവാന്ന് പറയും, അങ്ങനെ ആയ സമയത്ത് പെരുങ്ങോട്ടുകര ഉത്സവം വരുന്നു. എൻ്റെ വീട്ടിലേക്ക് നിറയെ ബന്ധുക്കൾ വിരുന്ന് വരുന്നു. ആ സമയത്ത് എന്നെ ഒരു മുറിയിൽ, ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആ മുറിയിൽ അടച്ചിടുന്നു. അപ്പോൾ ചേട്ടന്മാരൊക്കെ മാമൻ്റെയൊക്കെ മക്കളൊക്കെ വന്നിട്ട്, ഞാൻ വീട്ടിൽ ഇളയ കുട്ടിയാണ്, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വാത്സല്യമാണ്. ചന്ദ്രി എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അമ്മയൊക്കെ പറയണു, അല്ല അവളെ നോക്കണ്ട, അവളെ വിളിക്കണ്ട, അവൾ ഉത്സവത്തിന് പ്രാവശ്യം വരില്ല. അപ്പോൾ ഒരു ദേശത്ത് നിലനിൽക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ, അത് പെരുങ്ങോട്ടുകര മാത്രമല്ല ഉള്ളത്, കേരളമാകുകയും ഇന്ത്യയാകുകയും പല ദേശങ്ങളിൽ, പല രാഷ്ട്രങ്ങളിൽ, പല സമൂഹങ്ങളിൽ, പല രീതികളിൽ അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ നേരെ നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ദേശത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്ത കാര്യങ്ങൾ ആദ്യം ഓർമ്മ വരും. എങ്ങനെയൊക്കെ അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ദൂരെയൊക്കെ കളിക്കാൻ പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ഈ ഒരു കൗമാരത്തോട് കൂടിയിട്ട് നമുക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ദേശം ഇങ്ങനെ നമ്മളെ എന്താ പറയുക, കാവൽ നിൽക്കുകയാണെന്നൊക്കെയാണ് പറയുക. പക്ഷെ അത് കാവൽ നിൽക്കലൊന്നുമല്ല, മറിച്ച് നമ്മളെ നിയന്ത്രിക്കലാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു സമരം തന്നെ അങ്ങനെയാണ്, ജീവിത സമരം തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവത്തിന് എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ആർത്തവത്തിനോടുള്ള അയിത്താണല്ലോ എന്നെ അമ്പലത്തിലേക്ക് വിടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്സവത്തിന് വിടാതിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തിൻ്റെ കലാപം തുടങ്ങുന്നത്. അതൊരു ഓർമ്മ. അത് തൃപ്രയാർ അമ്പലത്തിൽ പിന്നീട് ഒരിക്കൽ ഞാൻ ആർത്തവ കാലത്ത് അമ്പലത്തിൽ എൻ്റെ ഞാൻ SN കോളേജിലാണ് പഠിച്ചത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോയി. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ എൻ്റെ ഒരു പ്രതികാരം തീർത്തത്. അതിപ്പോൾ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോയാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഇപ്പോഴും നമ്മൾ സ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ആ സമയത്തൊക്കെ അമ്പലത്തിൽ പോയാലോ, അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നാലോ, അല്ലെങ്കിൽ ഉമ്മറത്തേക്ക് വന്നാലോ, അല്ലെങ്കിൽ അവിടെ ദൈവങ്ങളുടെ പടമൊക്കെ ഉണ്ടാവും, എല്ലാ വീട്ടിലും ഉണ്ടാവും പടങ്ങളൊക്കെ, അതുപോലെ തുളസി ചെടിയൊക്കെ ഉണ്ടാവും, അതിലൊക്കെ തൊട്ടാലും ഒക്കെ എന്തൊക്കെയോ ആപത്ത് വരും, വീട്ടിലുള്ള പുരുഷന്മാർക്ക് ദോഷം വരും, നമുക്ക് തന്നെയും ദോഷം വരും എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് വളരെ കുഞ്ഞിലെ തന്നെ മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഒരു ദേശത്തിന് ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ മാത്രമല്ല, ജാതീയമായിട്ടുള്ള എന്താ പറയുക ശ്രേണീഘടനയുണ്ട്. അതിൽ പിന്നെ ഉയർന്ന ജാതിക്കാർ, അയിത്ത ജാതിക്കാർ എന്ന അയിത്തം ഉണ്ടാക്കുന്ന തരത്തിൽ, അതും ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്, അത് അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സംഗതികളെ നാം ആദ്യം എതിർക്കുന്നത് നമ്മൾ ജീവിച്ച ആ പരിസരത്തു നിന്ന് തന്നെയാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് നേരത്തെ അശോകേട്ടൻ പറഞ്ഞു വെച്ചതുപോലെ ആ നാടിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഓരോ നാടിനും ഓരോ ചരിത്രം ഉണ്ടാവും. ചില നാടുകൾക്ക് വലിയ ചരിത്രം ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞതുപോലെ അനീതിയോട് നടത്തിയിട്ടുള്ള വലിയ സമരം, അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ സമരം, അതുപോലെ ഈ പറയുന്ന അയിത്തത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള വലിയ സമരങ്ങൾ, ഇങ്ങനെ സ്ത്രീകൾ നടത്തിയിട്ടുള്ള വലിയ അവകാശ സമരങ്ങൾ, ഇങ്ങനെ ഓരോ നാടിനും ഓരോ വലിയ സമര ചരിത്രം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് കുറേ പേർക്കൊക്കെ അതിങ്ങനെ നമ്മുടെ ജീനിൽ അത് ഉണ്ടായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീനിൽ എൻ്റെ ദേശത്തിൻ്റെ ഒരു സമര ചരിത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഞാൻ വളരെ റൂട്ടഡാണ്. പെരിങ്ങോട്ടുകരയുമായിട്ട് എനിക്ക് വലിയ വലിയ വേര് ഇപ്പോഴും ഞാനത് പൊട്ടിച്ചിട്ടൊന്നുമില്ല. പണ്ട് ഈ MA കഴിഞ്ഞ സമയത്ത് വീട് വിട്ടിട്ട് പോരുന്ന ഒരു കാലുണ്ടായിരുന്നു. ആ സമയത്ത് അശോകേട്ടനാണോ എഴുതിയത്, അത് ആരാണോ എഴുതിയത്, ചന്ദ്രിക വീട് വിട്ട് തൃശ്ശൂർ വിട്ടു പോയപ്പോഴാണ് അല്ലേ അത്? ഓക്കെ. അപ്പോൾ ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ക്യാൻവാസായി മാറുകയും
പെരുങ്ങോട്ടുകര എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെപ്പോഴും പോകാൻ ഉള്ളൊരു സ്ഥലമായിട്ട് വരികയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. നഗരത്തിലേക്ക് വരുന്നു. പെരുങ്ങോട്ടുകര തികച്ചും ഗ്രാമമാണ്. അപ്പോൾ പിറയിൽ ആ ഗ്രാമത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. അത് വളരെ വിഷ്വലാണ്. അതാ പിന്നെ നോവല് കൂടുതലും അതിൽ ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. അതിൻ്റെ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നല്ല മണ്ണാണ്. എനിക്ക് പെരുങ്ങോട്ടുകര വിട്ടു പോയതിന് ശേഷം ഞാൻ അത്രയും നല്ല മണ്ണുള്ളൊരു നാട്ടിലും ജീവിച്ചിട്ടില്ല. തിരുവനന്തപുരത്താണെങ്കിലും വയനാട്ടിലാണെങ്കിലും ഒന്നും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല. ചെരുപ്പിടാതെ എനിക്ക് നടക്കാൻ പറ്റില്ല വേറൊരു സ്ഥലത്തും. എൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടുമുറ്റത്ത് നല്ല പഞ്ചാര മണ്ണാണ്. അവിടെ നമുക്ക് ചെരുപ്പിടാതെ നടക്കാം. അത്രയും നല്ല മണ്ണാണ്. കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എനിക്കൊക്കെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടും എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഓർമ്മ നമ്മുടെ അതിജീവനം തന്നെ കൃഷിയായിരുന്നു. ശരിക്കും എല്ലാ വിളവുകളും കൃഷി ചെയ്യുന്ന ഒരു പുരയിടമായിരുന്നു. അത് തൊട്ടപ്പുറത്ത് വയലാണ്. ഒരു വലിയ ഇക്കോസിസ്റ്റം. ആ വയലിനുള്ളിൽ കൂടെ ഒരു തോട് പോകുന്നു. പിന്നെ കുറച്ച് ദൂരത്ത് തന്നെ റോഡുണ്ട്. അപ്പോൾ വീട്ടിലിരുന്നാൽ തന്നെ റോട്ടിൽ കൂടെ ജാഥകൾ പോണ ശബ്ദം കേൾക്കും, പ്രകടനങ്ങളുടെ ശബ്ദം കേൾക്കും. എൻ്റെ ചേട്ടന്മാരൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒക്കെ അതിൻ്റെ വലിയ സംഘാടകരും ഒക്കെയായിരുന്നു. അതുപോലെ തന്നെ നാടക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വലിയ മുഖമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ, അല്ലെങ്കിൽ 22 വയസ്സ് വരെയുള്ള ഓർമ്മകളിൽ അതൊക്കെയും ഉണ്ടായിരുന്നു. വായനശാലകൾ. പിന്നെ ഈ പെരുങ്ങോട്ടുകര അമ്പലം മാത്രമല്ല, അവിടെ കുറേ ദേവീക്ഷേത്രങ്ങളുണ്ട്. തിരുവാണിക്കാവ് അമ്പലം, തോന്നിയക്കാവ് അമ്പലം എന്നൊക്കെ പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന അമ്പലങ്ങൾ പോലെയേ അല്ല. അവിടെയൊക്കെ നമുക്ക് വളരെ ശാന്തമായി പോയിട്ട് ആളുകളൊക്കെ സന്ധ്യയ്ക്കൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരുന്നു. മാത്രമല്ല എനിക്കെൻ്റെ പിന്നെ ഓർമ്മയിലുണ്ട്, അത് പിറയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് ആയിരുന്നില്ല പോയിരുന്നത്. ഞാൻ ആ തിരുവാണിക്കാവ് അമ്പലത്തിന് അവിടെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്, അവിടെ ഒരു ആലൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഇരിക്കുമായിരുന്നു. എനിക്കറിയില്ല എന്തായിരുന്നു എൻ്റെ പ്രചോദനം എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ സ്കൂളിൽ ബെല്ലടിക്കുന്നതൊക്കെ ഞാൻ കേൾക്കും. പക്ഷെ അപ്പോഴും ഞാൻ ഈ അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കാറാണ്. ഈ കുളത്തിൻ്റെ ഈ ആലിൻ്റെ പിന്നെ തറയിൽ ഇരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോഴാണ് ക്ലാസ് തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്, അവിടേക്ക് ഓടിപ്പോവുക. അല്ല, പ്രൈമറി സ്കൂൾ പെരുങ്ങോട്ടുകര സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. 5ാം ക്ലാസ് മുതൽ പെരുങ്ങോട്ടുകര കോൺവെൻറ്റ് സ്കൂളാണ് പഠിച്ചത്. എന്നിട്ട് എനിക്ക് വൈകി ചെല്ലുന്ന കുട്ടികളൊക്കെ പുറകിലിരിക്കണം എന്നാണ് അന്നത്തെ നിയമമൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കമലാബായി ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ വേഗം ഡിക്റ്റേഷൻ എടുക്കും. അപ്പോൾ ഡിക്റ്റേഷൻ ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു അന്ന്. അതുകൊണ്ട് വേഗമൊക്കെ ശരിയാവും. അപ്പോൾ 4ാമതൊക്കെ ഇരിക്കാൻ പറ്റും ആദ്യത്തെ ബെഞ്ചിൽ. അങ്ങനത്തെ ഓർമ്മയുണ്ട് എനിക്ക്. അതെനിക്ക് തോന്നുന്നത് നമ്മളെ ആകർഷിക്കുന്ന കുറേ ശാന്തമായ ഇടങ്ങളുണ്ടായിരുന്നു അന്നത്തെ നമ്മുടെ ഗ്രാമങ്ങളിൽ. പിന്നീട് ഞാൻ പിന്നെ പിറ വായിച്ച് നിങ്ങൾക്ക് പെരുങ്ങോട്ടുകരയിൽ എൻ്റെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള വലിയ ചിത്രം കിട്ടും. അതിനോട് തൊട്ടടുത്തുള്ള കാഞ്ഞാണീൻ്റെ അമ്മയുടെ വീട് ഉള്ളത് കാഞ്ഞാണിയാണ്. കാഞ്ഞാണി മുതൽ ഒരുപാടുണ്ട്. എപ്പോഴും ഞാൻ പെരുങ്ങോട്ടുകരയിൽ നിന്ന് വെക്കേഷന് പോകുന്നത് കാഞ്ഞാണിയിലേക്കാണ്. അവിടെ ഈന്തങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ വീട്. അതൊരു വല്ലാത്ത സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കും, നിറയെ കൊക്കുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോഴാണെങ്കിൽ എൻ്റെ കാഴ്ചയിൽ നിറയെ കാക്കകളാണ്. സന്ധ്യയാകുമ്പോൾ ആ ലോകത്തുള്ള എല്ലാ കാക്കകളും വന്നിട്ട് അവിടെ കുറേ ആൽമരങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ കുറേ അമ്പലങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ഈ ആൽമരങ്ങളിൽ ചേക്കേറാൻ വരുന്ന കാക്കകൾ, അപ്പം നമുക്ക് ദേഷ്യം വരും. കാക്ക ഇങ്ങനെ സന്ധ്യയ്ക്ക് ഇരുന്നിട്ട് അപ്പിടുമല്ലോ. അപ്പോൾ എല്ലാ മരങ്ങളിലും ഇങ്ങനെ കാക്ക കഷ്ടം ഉണ്ടാകും. അപ്പോൾ എനിക്കത് ഇഷ്ടമാവില്ല. അപ്പം അമ്മ പറയും, പണ്ട് പിന്നെ കൊക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, കാക്ക പിന്നീട് വന്നതാണ്. അങ്ങനെയാണ് ആ പിറയിൽ അതേക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഒരു ഭാഗമാണത്. അത് കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം വന്ന സമയത്ത് കൊക്കുകൾ മുഴുവൻ ചത്തുപോയതും അല്ലെങ്കിൽ പോയതും അതിന് ശേഷം പിന്നീട് കാക്ക വന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി, പ്രകൃതി, മരങ്ങൾ, അവിടുത്തെ എന്താ പറയുക പക്ഷികൾ, ഇതൊക്കെയും എൻ്റെ ഉള്ളിൽ എൻ്റെ സംസ്കാരം, എന്നെ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതോട് കൂടിയിട്ടാണ്. ശരിക്കും ഇപ്പോൾ അശോകേട്ടന് നമ്മൾ കാട്ടൂർ എന്താ പറയുക, അശോകേട്ടനിലുണ്ട് എന്ന് പറയുന്ന പോലെ പെരുങ്ങോട്ടുകര സമ്പൂർണ്ണമായിട്ടും എന്നിലുണ്ട്. പെരുങ്ങോട്ടുകര മാത്രമല്ല, കാട്ടൂരും
സമ്പൂർണ്ണമായിട്ടും എന്നിലുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം, ഈ അടിയന്തരാവസ്ഥ കാലമൊക്കെ ആ സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ റോഡുകളിൽ, നമ്മുടെ മതിലുകളിൽ, എന്താ പറയുക, പൊതുസ്ഥലങ്ങളിലെ മതിലുകളിലൊക്കെ കാണുന്ന ഈ പിന്നെ മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുള്ളത്, എന്താ പറയുക, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നൊക്കെ പറയുന്ന ഈ ഇതുകൊണ്ട് പെരുങ്ങോട്ടൂരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കടലും ഒക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുഴകളും കടലുകളും മല മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ ആ പ്രദേശത്ത്. ബാക്കിയെല്ലാം ഈ പാടശേഖരങ്ങളും ഒക്കെയുമായിട്ട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു ഒരു 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 പ്രകൃതി ജീവിതം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പിന്നെ എപ്പോഴൊക്കെ ഏത് ദേശത്തേക്ക് ഞാൻ പോയിട്ടുണ്ടോ, അത് കഴിഞ്ഞ് തൃശ്ശൂരേക്ക് വന്നു, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയി, അവിടെ താമസിച്ചു ഒരു 10-20 വർഷം. അത് കഴിഞ്ഞ് വയനാട്ടിൽ ഇപ്പോൾ ഒരു 10-12 വർഷം താമസിച്ചു. ഇപ്പം പിന്നീട് വന്നിപ്പോൾ എഴുതിയിട്ടുള്ള കാന്തല് ആണെങ്കിൽ ഇത് മുഴുവൻ എല്ലാ ദേശങ്ങളും അതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പോണോടത്തൊക്കെ ഞാൻ എൻ്റെ ആ ദേശങ്ങളുമായിട്ടും അവിടുത്തെ മനുഷ്യരുമായിട്ടും അവിടുത്തെ കൾച്ചറുമായിട്ടും ഒക്കെ ഞാൻ വേഗം അടുക്കും. അതെല്ലാം സ്വാംശീകരിക്കുകയും ചെയ്യും. അത് എഴുതാനിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെയാണ് അതെല്ലാം വരുന്നത്. കാന്തലിൽ വയനാട് നല്ലോണം ഉണ്ട്, അതുപോലെ തൃശ്ശൂർ നല്ലോണം ഉണ്ട്, നമ്മുടെ തേക്കിൻകാട് മൈതാനവും തൃശ്ശൂർ പൂരവും ഒക്കെ അതിൽ വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ തിരുവനന്തപുരയിൽ നല്ലോണം വരുന്നുണ്ട്. അവിടുത്തെ പള്ളിയും എന്താ പറയുക, പാളയത്തുള്ള അമ്പലവും പള്ളിയും മറ്റേ മോസ്കും ഒക്കെ വരുന്ന ഒരു 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 ഭാഗം അതിലുണ്ട്. എപ്പോഴും തോന്നുന്നത് നമ്മൾ ഈ പെരുങ്ങോട്ടുകരന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു ജീനാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തിൻ്റെ ആ ജീനാന്ന് തോന്നുന്നു. എവിടെ എത്തിക്കഴിഞ്ഞാലും അതുമായിട്ട് കണക്റ്റഡാണ്. അതിങ്ങനെ ട്യൂൺ പിടിച്ചിട്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് എല്ലാ എഴുത്തിലും വരുന്നുണ്ട്. മരണത്തിനിപ്പുറം എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട്, അത് പെരുങ്ങോട്ടുകര തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെരുങ്ങോട്ടുകരയുടെ സൗന്ദര്യവും ശാന്തതയും ഒന്നുമല്ല ആ കഥയിലുള്ളത്, അത് മാറ്റാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നീട് പെരുങ്ങോട്ടുകരയ്ക്ക് തിരിച്ചു വരുമ്പോൾ, വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യരിങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ പഴക്കൊലയിൽ നിന്ന് പഴങ്ങൾ അടർന്നടർന്ന് വീഴുന്ന പോലെ ചെറുപ്പക്കാരും സ്ത്രീകളും ഒക്കെ മരിച്ചുകൊണ്ടേയിരിക്കുക. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ കള്ളു കുടിച്ചിട്ട് ലിവർ സിറോസിസ് വന്നിട്ട് മരിക്കുന്നു, ചിലർ എന്താ പറയുക സ്ത്രീധന പീഡന മരണം സംഭവിക്കുന്നു. അപ്പം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒരു 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 സ്നേഹത്തിൻ്റെയോ സൗഹാർദ്ദത്തിൻ്റെയോ അങ്ങനെയൊന്നുമല്ല പിന്നെ നമ്മൾ കാണുന്നത്. ജീവിത സമ്മർദ്ദത്തിൻ്റെ, മനുഷ്യർ ആ സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നു, തിരിച്ചു വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു കഥയാണ് മരണത്തിനിപ്പുറം. അത് കുറച്ചൊരു എന്താ പറയുക, ഈ മരണങ്ങൾ ഓരോ തവണ ചെല്ലുമ്പോഴും ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് പെരുങ്ങോട്ടേക്ക് പോകാൻ തന്നെ പേടിയായി തുടങ്ങി. ഇപ്പം ഞാൻ അങ്ങനെ പെരുങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പോവാറില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് തോന്നി ഇതൊരു ട്രാൻസിഷൻ തന്നെയാണ് സത്യത്തിൽ. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ മനുഷ്യബന്ധങ്ങളിലും ഭൂമിയിലും എന്താ പറയുക, ഭൂവിനിയോഗത്തിലടക്കം നമ്മുടെ എന്താ പറയുക പ്രകൃതി ദുരന്തങ്ങളടക്കം സംഭവിച്ചിട്ടുള്ള വലിയ വലിയ എന്താ പറയുക വളരെ പ്രതികൂലമായ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനം പോലെയാണ് എനിക്ക് പെരുങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ഭയം വരുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നിൽക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും യുദ്ധത്തെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത് യുദ്ധത്തെ അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ പറയും, ആ അർത്ഥത്തിലല്ല ഞാൻ അതിനെ പറയണത്. രാജ്യം എന്ത്, ദേശം എന്ത്, ദേശാഭിമാനം എന്ത്, ദേശസ്നേഹം എന്ത് എന്നുള്ളതൊക്കെ വേറെ നിർവചനങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയല്ല, മനുഷ്യത്വത്തിന് എതിരായിട്ട് നടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ പേരിൽ വെള്ളം കൊടുക്കാതിരിക്കുക, അങ്ങനെ വായു കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ വരുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നൊരു ശ്വാസം മുട്ടലുണ്ട്. ഇന്ത്യക്കാരായിരിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരു MP കരയുന്നത് നമ്മൾ കണ്ടല്ലോ, പാകിസ്ഥാനിൽ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിൽക്കുന്നവർക്കും അതേ സങ്കടം അനുഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും വയലൻസ് എന്ന് പറയുന്നതിനോട്, ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള എന്തിനോടും നമുക്ക്, ഭീകരവാദത്തിനോടും ഒന്നിനോടും നമുക്ക് അങ്ങനെ എന്താ പറയുക, അത് കാണുമ്പോഴുണ്ടാകുന്ന പരിഭ്രമം, അത് അവിടെ മാത്രമല്ല, ആ അതിരുകളിൽ മാത്രമല്ല, നമ്മുടെ പെരുങ്ങോട്ടുകരത്തെ വീടുകളിലെ അതിരുകളിലും അതിൻ്റെ
എന്താ പറയുക ചെറിയ സൂക്ഷ്മ രൂപത്തിലുള്ള വയലൻസുകൾ നടക്കുന്നുണ്ട്. അത് കാട്ടൂരും നടക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണം, ആറാട്ടുപുഴയും നടക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ രാവണേട്ടൻ പറയാൻ പോകുന്ന അരിമ്പൂരും നടക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, ഈ ദേശം ഈ കുഞ്ഞു നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല, രണ്ട് വ്യക്തികൾ ഇരിക്കുമ്പോൾ പോലും രണ്ട് രാഷ്ട്രങ്ങളായിട്ടും രണ്ട് അതിരുകളായിട്ടും അതിനുള്ളിൽ വരുന്ന സംഘർഷങ്ങളായിട്ടും നമുക്ക് കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റും സത്യത്തിൽ. ഇത്രയേ ഉള്ളൂ. വർഷമല്ലേ ഇനി കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞ വേണ്ട ഇവിടെ നല്ല സുഖമുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? കേൾക്കാൻ വർഷം നേരിട്ട് പറഞ്ഞു. കാട്ടൂരിൻ്റെയും ആറാട്ടുപുഴയുടെയും പെരുങ്ങോട്ടിയുടെയും ഒരു വണ്ടിയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുക്കാതെ ചാടി കയറിയതാണ്. അങ്ങനെ ടൈറ്റിൽ വന്നത്. ആ രണ്ടിനോട് ഇണങ്ങുന്ന മൂന്നിനോട് ഇണങ്ങുന്ന ഒരാളല്ല വാസ്തവത്തിൽ ഞാനെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഏതൊരു എഴുത്തുകാരൻ്റെയും ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത് അയാളുടെ ഓർമ്മയാണ്. ഈ ഓർമ്മ ദേശത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കുറേ കാലം മുമ്പ് ഒരു ആശുപത്രി കിടക്കേണ്ടി വന്ന സമയം, കുറേ നാൾ തുടർച്ചയായിട്ട് ആശുപത്രി കിടക്കേണ്ടി വരികയും ഒക്കെ ചെയ്തൊരു സമയത്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകൾ വന്നു. ചെറുപ്പകാലത്ത് വന്ന് വളരെ ചെറുപ്പകാലത്ത് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കാലം, ആ കാലത്തുള്ള ആൾക്കാർ ഈ കാലം തുടർച്ചയായിട്ട് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അത് സാധാരണ ചെറിയ ചെറിയ ഓർമ്മ ചെറിയ ചെറിയ ഒരു തോന്നലുണ്ടായിട്ട് കവിയുടെ മാറി ചെയ്യുക. ഇതങ്ങനെ അവസാനിക്കാത്ത വിധത്തിൽ ഒരുപാട് ഓർമ്മകളുടെ പരമ്പര. ഞാൻ മറന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു ഇത് വന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു നോവൽ എഴുതാമെന്ന് വിചാരിച്ചു. അത്രയധികം ഓർമ്മകളുണ്ട്, അത്രയധികം വിഭവങ്ങളുമുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്കെന്ന് വെച്ചാൽ അത്ര വലിയൊരു എഴുത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നീ കഥാപാത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ജീവിച്ച മനുഷ്യർ, ആ മനുഷ്യരെ എന്നെ വിട്ട് പോകണമില്ല. അതിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കയറി വരിക ചില സമയങ്ങളിൽ. അപ്പോൾ ഒരു നോവലിൻ്റെ പോലെ ഓർമ്മകളുടെ ഒരു കൃത്യമായ പരമ്പരയൊന്നും ഇല്ലാതെ തന്നെ ഓരോരുത്തരും കയറി വരികയാണ്. അപ്പോൾ ഞാൻ നോവൽ വിട്ടു. എനിക്കറിയാം എൻ്റെ കൂടെ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു സംഗതി, ഈ ആൾക്കാരെക്കുറിച്ച് ഈ സംഭവങ്ങളെക്കുറിച്ചും ഒറ്റ കവിതകൾ എഴുതാറുള്ളതാണ്. അതെന്നെ കൊണ്ട് നടക്കും. അങ്ങനെയുള്ള കുറേ കവിതകൾ ഈ സമീപകാലത്തുനിന്നല്ല, ഒരു 3-4-5 കൊല്ലത്തിനിടയ്ക്ക് വരെയുണ്ടായി. തുടർച്ചയായിട്ട് ശരിക്കും നാട്ടിൽ ജീവിച്ച ആൾക്കാർ തന്നെയാണ്. എല്ലാ നാടിനും ഉണ്ടാവും ചില പ്രത്യേകതകൾ. ഓരോ നാടിനും അതിൻ്റെതായ ചില ഹീറോസ് ഉണ്ടാവും. ഓരോ നാടിൻ്റെ സ്വപ്ന സുന്ദരി എന്ന് പറയാവുന്ന ഒരു മോഡൽ കാമുകി ഉണ്ടാവും, ഒരു വില്ലൻ ഉണ്ടാവും, ഒരു കള്ളുടി ഉണ്ടാവും. ഇന്ന് ഓർത്തു നോക്കിയാൽ ആ കാലത്തിന് ആടി പോയി വഴിയിലെല്ലാവരും ചീത്ത വിളിച്ച് കടന്നു പോയി പേടിപ്പിച്ച ഒരാളെ ഇന്നും ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എനിക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഓരോ ആൾക്കാർ, കവുങ്ങേറ്റക്കാർ, തെങ്ങേറ്റക്കാർ, തോറ്റക്കാർ, ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ ഞാൻ ഓരോന്നായിട്ട് എഴുതി. അപ്പോഴാണ് പല സൈഡിൽ നിന്നും ഞാനൊരു കവുങ്ങേറ്റക്കാരൻ പുരുഷു എന്നൊരു കവിത എഴുതി. ശരിക്കും ആ കവിതയിൽ എൻ്റെ ഒന്നുമില്ല. ആ പുരുഷുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ. ശരിക്കും പുരുഷ അങ്ങനെയാണോ ജീവിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ നോട്ടത്തിൽ പുരുഷു അങ്ങനെയാണ്. ആ കവിത വന്നു. തെങ്ങേറ്റക്കാരനാണ്, കവുങ്ങേറ്റക്കാരൻ. കവുങ്ങ് കയറി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങനെ കയറി വരുന്നത് ഒരാളാണ്. ആ കവിത വായിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു തന്നെ. ഇതേപോലത്തെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നാട് അങ്ങനൊരു ഓർമ്മ വീണ്ടെടുക്കുന്നത് ഈ ഒരു കവിത കൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊരു ആത്മപ്രശംസ ഉണ്ട് ഞാൻ പറയുന്നത് വെച്ചാലും അതിലുള്ള പല ആൾക്കാരും ഓർമ്മ ഉണർത്താൻ അത് കാരണമായി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ,
എൻ്റെ നാടിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരുപാട് നാടുകളുടെ ഓർമ്മയാണ്. എൻ്റെ ചെറുപ്പത്തിൻ്റെ ഓർമ്മ എന്നുള്ളത് ഒരുപാട് ചെറുപ്പക്കാരുടെ ഓർമ്മയാണ്. എൻ്റെ നാടിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള നാടുകളുമായിട്ട് ബന്ധമില്ലാത്തൊരു നാടാണ്. എന്താ ബന്ധമില്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ തുരുത്താണ്, തുരുത്ത് ദ്വീപ് എന്ന് പറയാം. കേരളത്തിലെ എത്ര ഒരു 14 അങ്ങനെ ഒരു കണക്കൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട്. ആ ദ്വീപുകളിൽ പെട്ടതാണ് നമ്മുടെ അരിമ്പൂര് എന്ന് പറയാറുണ്ട്. ചുറ്റുമുള്ളത് കോൾ വയലാണ്, ചുറ്റും വയലുകളാണ്. ഈ വയലിൻ്റെ അപ്പുറത്തെ നാടാട്ട്, അന്തിക്കാട്, മണലൂര്, അമ്മാടം, ഈ സ്ഥലങ്ങളെല്ലാം വരുന്നത് ഈ കോളിൻ്റെ അപ്പുറത്താണ്. പാലം ഉണ്ടായിരുന്നില്ല. പാലം വരുന്നത് എനിക്ക് ഓർമ്മയില്ല. ചേറ്റുപുഴ പാലം, പെരുമ്പുഴ പാലം വന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഓർമ്മ വെക്കുന്നതിന് തൊട്ട് മുമ്പാണത്. കാരണം എനിക്ക് ആ ഇത് വന്ന ഉടനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ആദ്യത്തെ ബസ് MR രാമൻ ബസ്, മുൻഭാഗം ഇപ്പോഴത്തെ ലോറിയുടെ പോലെ മുമ്പിലേക്ക് നിൽക്കുന്ന ഒരു ബസ്, ആ ബസ്സിൽ വന്നു. ഒരു തിരുവോണ ദിവസം ചേറ്റുപുഴ ബസ് അപകടം ആ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ബസ് അപകടമാണ്. അതൊക്കെ നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയതാണ്. എൻ്റെ ഓർമ്മയിലുണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ചില മുങ്ങിമരണങ്ങളും വാഹനാപകടം, ആ ചേറ്റുപുഴ അപകടത്തിൻ്റെ ഓർമ്മയാണ്. അത് ഞങ്ങളുടെ ബന്ധുക്കളിൽപ്പെട്ട ആൾക്കാർ, നാട്ടിൽപ്പെട്ട ആൾക്കാർ പലരും മരിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസം പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയത്. ബസ് ഒഴുകിപ്പോയി ആൾക്കാർ. അതെ, ഉണ്ട്. വൈലോപ്പള്ളി ഉണ്ട്, പാലനാടുന്നവരുണ്ട്. ചേറ്റുപുഴ കൊല പാലമെടുത്താൽ എന്ന് വൈലോപ്പള്ളി ആ കാലത്ത് മണലൂർക്കോ മറ്റോ ബസ്സിൽ മാഷിട്ട് പോകണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു ബസ് യാത്ര ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു പഴയ ബസ്, ആ ബസ്സിൻ്റെ യാത്ര, ഈ കാലയ്ക്ക് എനിക്ക് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് ഈ പാലം വരുന്ന കാലം നമുക്കൊരു ഓർമ്മ വയ്ക്കുന്നതാണ്. പാലം വരുന്നത് വരെ ഞങ്ങൾക്കിതെല്ലാം അക്കരയാണ്. അക്കരയ്ക്ക് പോകാൻ വരെ, കാഞ്ഞാണിക്ക് പോകാന്നുള്ളതിന് എൻ്റെ അച്ഛൻ പറയാറുള്ളത് അക്കരയ്ക്ക് പോകാമെന്നാണ്. കണ്ടശാങ്കട അക്കരയാണ്. ഈ സ്ഥലങ്ങളെല്ലാം അക്കരയാണ്. ഈ അക്കര ഇക്കരയാണ്. മറ്റുള്ളവർ മറ്റേ ദേശം ആണ് മാറ്റദേശമായി തീർന്നതെന്നുള്ളതാണ് മാറ്റദേശത്തെ കുറിച്ചുള്ള സംഗതി. ഈ നാടുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നോവലിലേക്ക് എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ താനേ കയറി വന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു 5 വയസ്സോ 6 വയസ്സുള്ള ഒരു കാലത്ത് നമ്മൾ ഓർത്ത് നമ്മൾ കണ്ട് പിന്നെ തന്നെ മറന്നുപോയി. ഒരു 10 വയസ്സിലോ മറന്നുപോയ സംഭവങ്ങളെല്ലാം പിന്നീട് നമുക്കൊരു 55 വയസ്സാകുമ്പോഴേക്കും തിരിച്ചു വരികയാണ് ഓരോ മനുഷ്യനും. ഒരു ഭ്രാന്തിത്തള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു ദേശത്തിൻ്റെ വേശ്യ, ഒരു ദേശത്തിൻ്റെ ഇങ്ങനൊരാളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു സമയത്താണ്. എല്ലാവരുടെയും കാമുകി എന്ന് പറയാവുന്ന ഒരു സ്വപ്ന സുന്ദരി എല്ലാ നാട്ടിലും ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഒരു നാടിൻ്റെ കർഷകൻ, ഒരു നാടിൻ്റെ തൊഴിലാളി, നേരത്തെ പറഞ്ഞ ഒരു കള്ളുടിയൻ, അങ്ങനെയുള്ള എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. ഇതിൽ പൊളിറ്റിക്സ് നമ്മുടെ ഒരു അനുഭവമായിട്ട് മാറുന്നത്, എൻ്റെ അനുഭവമായിട്ട് മാറുന്നത്. നമ്മളെല്ലാവരും വേറൊരു പൊളിറ്റിക്സിലുള്ള കുടുംബജീവിതത്തിലാണ് നമ്മുടെ നാട്ടുകാരെല്ലാം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം, നേരത്തെ അശോകൻ പറഞ്ഞ പോലെ ചകിരി സമരം, ചേത്തുവള്ളിയുടെ സമരം, ഇതിൻ്റെ എല്ലാ അലകളൊക്കെ നമ്മുടെ നാട്ടിലും വന്നിരുന്നു. എന്നെ ബാധിച്ചിരുന്നില്ല. എന്നെ ബാധിക്കുന്നത് അരിമ്പൂർ സംഭവം നടന്നു. അരിമ്പൂർ 2 MLA തമ്മിൽ ഏറ്റുമുട്ടി കാട്ടാളംപുറഞ്ചു മരിച്ചു. കാട്ടാളംപുറഞ്ചുവിനെ ബസ്സിടിച്ച് കാറിടിച്ച് കൊലപ്പെടുത്തി ചേറ്റോട് വെച്ച്. കാട്ടാളംപുറഞ്ചുള്ള ലീസിയുടെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത്ര സംഭവം നടന്നു. കാറുകൾ കത്തിച്ചു, ഭീകരമായ സംഭവങ്ങൾ നടന്നു. അതിലൊരു കൊലപാതകം നടന്നു. അതിലെ ചെറുപ്പക്കാരനെ ഞാൻ എഴുതാൻ പോണ ഒരു കാര്യമാണത്. ഈ സമരത്തിൻ്റെ മറവിൽ, സമരത്തിൽ പങ്കാളിയാണ് ഇയാളെന്നുള്ള വ്യാജന ഇയാളെ ഏറെക്കുറെ തല്ലിക്കൊല്ലാൻ വേറെ ചില കാരണങ്ങളുണ്ട്. ഈ സമരം വന്നു, ഇയാളെ സമരത്തിലൊക്കെ ഉണ്ട്, തൊഴിലാളിയാണ്. സമരത്തിൽ ഇയാൾ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഇയാളെ പിടിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഭീകരമായി പോലീസിനായിട്ട് മർദ്ദിച്ച് ഭ്രാന്ത് വന്ന് എല്ലാവരും തെരുവിളിച്ച് നടക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. ഇത്തരം കുറേ ഓർമ്മ ആ കാലത്താണ് കടന്നു വന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നു. ഇത്തരത്തിലുള്ള ഓർമ്മകളാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ എഴുത്തും അശോകൻ്റെ എഴുത്തും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ഒരു തോന്നൽ എന്താ വെച്ചാൽ, അശോകൻ്റെ ഓർമ്മകൾക്കൊരു
രാഷ്ട്രീയ ചായയുണ്ട്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ ഓർമ്മകളാണ്. അല്ലെങ്കിൽ ഓർമ്മകൾക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് അങ്ങനെ. നേരിട്ട് അധികാരമായിട്ടും ഇതൊക്കെയാണ് സമരങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ ഓർമ്മകൾ അങ്ങനെയല്ല. നാട്ടിൽ അവിടെ ജീവിച്ചിരുന്ന ഓരോ മനുഷ്യരും ഒറ്റക്കൊറ്റയ്ക്ക് ജീവിച്ച ഓരോ ആൾക്കാരുടെയും ഓർമ്മകളാണ്. സമരത്തിന് ചില ഓർമ്മകളൊക്കെ ഉണ്ട്. ആ സമരത്തോടു കൂടിയാണ് എൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റം വരുന്നത്. ആ സമരം തൊഴിലാളികൾ അരയാണോ അണയോ 3 പൈസ ആണ് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞാണ് സമരം നടന്നത്. സമരം അതിഭീകരമായിരുന്നു. ആ സമരം നയിച്ചവരിൽ ഒരാൾ ഒരു സ്ത്രീയാണ്, ദേവകി. അക്കിക്കുട്ടി എന്ന് വിളിക്കും. ദേവകിയാണ് തൊഴിലാളികളെ തല്ലാൻ വന്നപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് തല്ലി വീഴ്ത്തടാ എന്ന് പറഞ്ഞ് മാറി വെച്ച് മുമ്പ് നടന്നു. അമ്പിയയുടെ പഞ്ചായത്ത് മെമ്പറായ സമയത്ത് അവിടെ പണിത റോഡിന് ദേവകി താമസിച്ച വീടടക്കം ഉള്ള ആ റോഡിന് KR ദേവകി റോഡ് എന്ന് നമ്മൾ പേരിട്ടു എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ചരിത്രപരമായ ദൗത്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചില സമരങ്ങൾ നടന്നു. തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി ഭീകരമായി മർദ്ദനമേറ്റ ഒട്ടേറെ ആൾക്കാരുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് വന്നൊരു അടിയന്തരാവസ്ഥ കാലം. അടിയന്തരാവസ്ഥയാണ് യഥാർത്ഥത്തിൽ എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ചത്. ആ കാലത്ത് ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷൻ SFIയുടെ പ്രവർത്തകനായി സ്കൂളിൽ വെച്ച് ചെറിയ തോതിൽ പ്രവർത്തനം തുടങ്ങി. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് KSYFിൽ പ്രവർത്തകനായി, പാർട്ടി പ്രവർത്തകനായി, കമ്മ്യൂണിസ്റ്റായി, വീട്ടിൽ നിന്ന് പുറത്തായി നിൽക്കുന്ന സമയമാണ്. ആ കാലത്ത് ആണ് ഈ അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥയിലുണ്ടായൊരു സംഭവം, എൻ്റെ ഒപ്പം ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങളുടെ നാട്ടിലെ 3 ബ്രാഞ്ച് സെക്രട്ടറിമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരിങ്കൊടി കെട്ടി സ്വാതന്ത്ര്യദിനത്തിനുള്ള ഒരു കുറ്റത്തിന് ആണ് അറസ്റ്റ്. അറസ്റ്റല്ല നടന്നത്, അടിയാണ്. അടിയുടെ പ്രദർശനമാണ്. അപ്പോൾ ഈ പോസ്റ്റ്മേ കെട്ടിയ കരിങ്കൊടി കയറി ചെല്ലുന്നവരടിക്കും. ചുറ്റും ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ഈ ജനങ്ങൾ മുഴുവൻ നോക്കി തല്ലി കയറ്റുകയാണ്, തല്ലി ഇറക്കുകയാണ്, തല്ലി കൊണ്ടുപോവാണ്. ഇങ്ങനെ എൻ്റെ ഒപ്പം പ്രവർത്തിച്ച 3 പേരെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടത്. ആ അടിയന്തരാവസ്ഥയോട് കൂടിയാണ് ശരിക്കും പറയുന്ന ഒരു രാഷ്ട്രീയ ജീവിയായി ഞാൻ പരിണമിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രധാന രാഷ്ട്രീയമാണ് എന്ന് ആക്കുകയും മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമായി തീരുകയും ഒക്കെ ചെയ്തൊരു കാലം അങ്ങനെയാണ്. കൃഷിയും നാടും എൻ്റെ ജീവിതവും തമ്മിലൊരു വ്യത്യാസം. ഈ LP സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കാര്യത്തിൽ ആത്മവിശ്വാസമില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. പാടത്ത് കൃഷിപ്പണിയുടെ ഭാഗമായിട്ട് കുറേ നേരം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ രാത്രി പോയി അവിടെ കിടക്കേണ്ടി വരും. കിടക്കുന്നത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് കിടക്കും എന്ന് വെച്ചാൽ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ ആ വിതച്ച വിത്ത് കിളികൾ എരണ്ട കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കി ബഹളുണ്ടാക്കി നിൽക്കുകയാണ്. അപ്പോൾ രാത്രി ഉറക്കൊളച്ച് നിൽക്കും. ഈ സമയത്താണ് നമ്മുടെ പരിപാടി മുഴുവൻ. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു മഹാസദസ്സ് മുമ്പിലുണ്ട് എന്ന ഭാവന ചെയ്യാത്ത കാര്യങ്ങളില്ല. നാടകം അഭിനയിക്കും, സിനിമ അഭിനയിക്കും, പ്രസംഗിക്കും, സകല കലാപരിപാടിയും, കവിതയുടെ ഒരു വരവ് അക്കാലത്തിന് വന്നു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ പാടം പോയി, കര പോയി, കൃഷി പോയി, കിളികൾ പോയി, നമ്മൾ മാത്രം ബാക്കിയായി. അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങളിൽ കവിത മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടാ പോവാത്ത വിധത്തിൽ നമ്മളെ പിടികൂടി കൊണ്ടിരിക്കുന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇതെല്ലാം സംഗതി വർത്തമാനം പറയാന്നുള്ളതാണ്. എല്ലാവരും കേട്ടോ, എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാം, നിങ്ങളുടെ എഴുത്തും പറയാം, ഇവരുടെയൊക്കെ എഴുത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വായനാനുഭവം പറയാം, അങ്ങനെ പറയാം.